പത്രത്തിൻ്റെ ഇപ്പം എന്താ സമ്മാനം ഉണ്ടല്ലോ. എന്താ മതി എൻ്റെ അമ്മ കറണ്ട് ബില്ല് ഇത്തവണയും 4 അക്കം. ഇതിപ്പോൾ 2000-ൽ കുറഞ്ഞൊരു പരിപാടിയില്ലല്ലോ. മീറ്ററിനിപ്പോൾ പ്രശ്നം ഉണ്ടാവില്ലല്ലോ അല്ലേ. അടുത്ത വീട്ടുകാരോടും ചോദിച്ചു നോക്കാം. കറണ്ട് ബില്ല് വന്നോ? ഇവിടൊക്കെ സോളാറല്ലേ? കറണ്ട് ബില്ല് വന്നോ? ഇവിടെ സോളാർ ആണല്ലോ. എല്ലായിടത്തും സോളാർ. ഇതൊന്നും നമ്മളറിയുന്നില്ലല്ലോ. അരുണേ, കേട്ടാ എന്താ കയ്യില് കറണ്ട് ബില്ലൊക്കെ ആയിട്ട്? എല്ലാ തവണയും കറണ്ട് ബില്ല് ഒടുക്കത്തെ കറണ്ട് ബില്ലാണ്. എപ്പോഴും 4 അക്കം തന്നെ. അയൽവാസികളോടൊക്കെ ചോദിച്ചപ്പോ എല്ലാവരും സോളാർ വെച്ചു. സോളാറിനൊക്കെ നല്ല റേറ്റ് ആവും. ഒരു കാര്യം ചെയ്യും, സോളാറിന്റെ ഒരു പണി നടക്കുന്നുണ്ട്. അന്വേഷിച്ചോ. ഇവിടെ സോളാറിന് പണിക്കാറില്ലേ? ഇനി ഒരാളല്ലേ അവര് ബാക്കിലുണ്ട്. സോളാറിന്റെ ആൾക്കാര് എനിക്ക് സോളാറിനെ കുറിച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടി. എന്തെല്ലാം നിങ്ങൾക്ക് അറിയാനുള്ളത്? എനിക്ക് സോളാർ വെക്കണം എന്നുണ്ട്. അപ്പോ കറണ്ട് ബില്ലോ നിങ്ങൾക്കിപ്പോ കറണ്ട് ബില്ല് ലാസ്റ്റ് വന്നോ? കറണ്ട് ബില്ല് വന്നു. കറണ്ട് ബില്ല് ഏകദേശം ഒരു 2500 ആ റേഞ്ച് വരും. AC ആണെങ്കിൽ 4000 വരും. ഓ, ഇവിടെ ഇത് നോക്കി, ഇപ്പൊ ഇവര് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ഇതിപ്പോ 3 kW ആണ് ചെയ്യുന്നത്. ഇതിലൊരു 4000 മുതൽ ഒരു 6000 രൂപ വരെ നിങ്ങൾക്ക് മിനിമം ചാർജിലേക്ക്, മിനിമം ചാർജ് പറഞ്ഞാൽ ഒരു 180 രൂപ 200 രൂപന്റെ താഴോട്ടേക്ക് എത്തിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പൊ ചെയ്യുന്നത്. ഡെയിലി 12 യൂണിറ്റ് മുതൽ ഒരു 16 യൂണിറ്റ് വരെ കിട്ടും. ഇതിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. ഏത് ബ്രാൻഡാണ് ഞാൻ എടുക്കേണ്ടത്? ഇതിൽ ബ്രാൻഡ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാല്, ഇപ്പൊ നിലവിൽ മാർക്കറ്റിൽ ഒരുപാട് ബ്രാൻഡുകളുണ്ട്. പക്ഷെ നമ്മൾ വെക്കുന്ന ഈ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, അത് എന്ന് പറഞ്ഞാല് സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരുപാട് വർഷം എന്ന് പറഞ്ഞാൽ 25 വർഷത്തോളം വാറണ്ടി ഉള്ള ഈ ഒരു പ്രൊഡക്റ്റില് നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല ബ്രാൻഡ് സെലക്ട് ചെയ്യാം. അപ്പൊ ഇതിന്റെ പ്രധാന ചോദ്യം, ഇതിന്റെ പ്രൈസ് എത്രയാണ്? അതുപോലെ തന്നെ സബ്സിഡി എത്രയാണ്? ഇതിന്റെ സബ്സിഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ 78,000 രൂപ നമ്മൾ കേന്ദ്ര ഗവൺമെന്റിന്റെ സബ്സിഡി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ ഒരു വർക്ക് എല്ലാം കംപ്ലീഷൻ കഴിഞ്ഞതിന് ശേഷം നിലവിലെ അവസ്ഥയിൽ ഒരു 15 ദിവസം കൊണ്ട്, അതെ 15 ദിവസം കൊണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നുണ്ട്. പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ സബ്സിഡി എമൗണ്ട് 78,000 കുറച്ചിട്ട് അത് ഓരോ ബ്രാൻഡിനനുസരിച്ച്, ചില വീടുകളിൽ ഇൻഡസ്ട്രിയലിലൊക്കെ പണി കൂടുതൽ എടുക്കാനുണ്ടാവും, പ്ലെയിൻ പ്ലാറ്റ്ഫോം ഉണ്ടാവും, ചെരിഞ്ഞതെല്ലാം ഉണ്ടാവും. അതിനനുസരിച്ച് ഏകദേശം ഒരു 1.10 മുതൽ 1.5 ലക്ഷം രൂപ വരെ അതിന് കോസ്റ്റ്. 1 രൂപ പോലും മുടക്കാതെ 0% ഡൗൺ പേയ്മെന്റിൽ 78,000 രൂപ സബ്സിഡിയോടുകൂടി 100% ലോൺ സൗകര്യത്തോടെ നിങ്ങൾക്കും സോളാർ സ്ഥാപിക്കാം. നിങ്ങളുടെ വൈദ്യുതി ബില്ല് EMI ആക്കാം. കറണ്ട് ബില്ലിനെ പേടിക്കാതെ ഒട്ടും ടെൻഷൻ ഇല്ലാതെ എന്തും ഉപയോഗിക്കാം. ബാറ്ററി, ഇൻവെർട്ടർ, സോളാർ, സൗണ്ട് സിസ്റ്റം, എല്ലാവിധ വാഹനങ്ങളുടെയും ബാറ്ററികൾ. സെയിൽസ് ആൻഡ് സർവീസ് രംഗത്ത് ജനവിശ്വാസ്യതയുടെ 33 വർഷങ്ങളുടെ സേവനധന്യതയിൽ 33ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിസ്മയിപ്പിക്കുന്ന ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. MK സോളാർ ആൻഡ് സൗണ്ട് സൊല്യൂഷൻസ്, ഓപ്പോസിറ്റ് അത്താണി പെട്രോൾ പമ്പ്, മുക്കം. സഹോദര സ്ഥാപനങ്ങൾ ബാറ്ററി ഹൗസ് നിയർ ചർച്ച്, MK ഏജൻസീസ് നിയർ A മോട്ടോഴ്സ്, മുക്കം. ബ്രാഞ്ച് കുഞ്ഞൻപടി, മാവൂർ, ഓമശ്ശേരി, ഈങ്ങാപ്പുഴ. Our website mkagenciesmukkam.com.